ആള് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രവിധാനമായിരിക്കും നമ്മളുടേത്. അയാൾ തൃപ്തിപ്പെടുന്ന ജീവിത ശൈലിയായിരിക്കും നമ്മളുടേത്. അയാൾ തൃപ്തിപ്പെടുന്ന ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ നമ്മൾ ധരിക്കുള്ളൂ. അയാളുടെ ഇഷ്ട സുഹൃത്തായിരിക്കും നമ്മൾ. അല്ലെങ്കിൽ നമുക്ക് അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടെന്ന് പറയാൻ പറ്റൂല. എന്നിട്ട് ഞാൻ ഉമ്മമാരോട് ചോദിച്ചു, നിങ്ങളുടെ മക്കളുടെ വസ്ത്രവിധാനം നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണോ? അവരുടെ കൂട്ടുകാരൻ ശൈലികൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതാണോ? അവര് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, അവർ എഴുന്നേൽക്കുന്നത്, ഉറങ്ങുന്നത്, അവരുടെ സംസാര ശൈലികളൊക്കെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടതാണോ? അല്ല എങ്കിൽ നിങ്ങളുടെ മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയല്ല എന്ന് പറഞ്ഞു. ഉമ്മമാര് സമ്മതിക്കൂല. അപ്പൊ ഞാൻ അമ്മമാരെ മാറ്റി നിർത്തിയിട്ട് +1 പഠിക്കുന്ന കുട്ടികളെ വിളിച്ചിരുത്തിട്ട് അവരോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചു. ആരെയാണ്? അപ്പൊ അവരിങ്ങനെ ഉമ്മമാരെ നോക്കുകയാണ്. ഞാൻ LP സ്കൂളിൽ ചോദിച്ചിട്ടുണ്ട്. ചാടി എണീറ്റിട്ട് കുട്ടികൾ പറഞ്ഞു. അവരുടെ മുഖം മാറി, പ്രസംഗമായി, അവരുടെ ബോഡി ലാംഗ്വേജ് മാറി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവരെ പറഞ്ഞു ഉമ്മ എന്ന്. അവർക്ക് സംശയമൊന്നുമില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഉമ്മയാണ്. വൈകുന്നേരം ഭക്ഷണം കൊടുക്കുന്നത് ഉമ്മയാണ്. രാവിലെ ഉടുപ്പിട്ട് കൊടുത്തത് ഉമ്മയാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടികൾ ചിരിച്ചുകൊണ്ട് ചാടി എണീറ്റ് ഉമ്മ എന്ന് പറഞ്ഞു. UP സ്കൂളിൽ വെച്ചപ്പോ ഉപ്പയും അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ചോദിക്കുമ്പോൾ അവസ്ഥ ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെ? അപ്പൊ അവരിങ്ങനെ അമ്മമാരെ നോക്കിക്കൊണ്ട് നിൽക്കണം. അമ്മമാരാണെങ്കിൽ ഇപ്പൊ പറയും ഞങ്ങളെന്ന്. ഒരു കുട്ടി ചോദിച്ചു അമ്മയെ അല്ലേ എന്ന്. അതിലൊരു പ്രശ്നമുണ്ട്. അല്ലേ എന്ന് ചോദിക്കുമ്പോ 2 ഉണ്ടാവുമ്പോൾ അല്ലേന്ന് ചോദിക്കുള്ളൂ. ഒരു ചോയ്സ് ഉള്ളിൽ എവിടെയുണ്ട്, ഒരു സംശയമുണ്ട് അമ്മയല്ലേ. പുറകുന്നൊരു കുട്ടി പറഞ്ഞ ചുരുക്കാണ് ബെസ്റ്റി എന്ന് പറഞ്ഞത്. എല്ലാവരും ചിരിച്ചു. ബെസ്റ്റി 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോ ഒരു ആൺകുട്ടിയാണെങ്കിൽ പിന്നെ അടുത്ത ഒരു പെൺകുട്ടിയാണ് ബെസ്റ്റി, ഏറ്റവും അടുത്ത കൂട്ടുകാരി. അതിന്റെ മനഃശാസ്ത്രം എന്നറിയൂ. എന്നെ വിലയിരുത്തുന്ന ഏറ്റവും നല്ലത് എന്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. ബെസ്റ്റി എന്ന് പറഞ്ഞു. എല്ലാവരും തിരിച്ചു. പക്ഷെ എന്നോട് സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞത് ആ കുട്ടി മാത്രമാണ്. കാരണം എപ്പോഴാണ് സ്കൂളിലേക്ക് വരണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ബെസ്റ്റിയാണ്. ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കൂട്ടുകാരാണ്, ബെസ്റ്റിയാണ്. ഏത് ഭക്ഷണമാണ്, എപ്പോഴാണ് ഉറങ്ങേണ്ടത്, എഴുന്നേൽക്കേണ്ടത് എന്നതൊക്കെ തീരുമാനിക്കുന്നത് ബെസ്റ്റിയാണ്. അപ്പൊ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയല്ല. ഇനി ഈ ഇരിക്കുന്ന മക്കൾക്ക് അത് തിരുത്താനുണ്ടെങ്കിൽ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞങ്ങളുടെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ഞാൻ ഇവരോട് ചോദിക്കാം. ഇവരാരും ഉത്തരം പറയണ്ട. പക്ഷെ ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. മകളെ നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങൾ പറ, നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കളവ് പറയുന്നതും വഞ്ചിക്കുന്നതും കബളിപ്പിക്കുന്നതും ആരെയാണ്? കൂട്ടുകാരെയാണോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ നുണ പറയുന്ന ആരോടാണ്? ഏറ്റവും കൂടുതൽ നിങ്ങൾ വഞ്ചിക്കുന്നത് ആരെയാണ്? നിങ്ങൾ സൂചിപ്പിച്ച സമയം എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ്. ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്നത്? ഒരു സംശയമല്ല, ഉമ്മയാണ്, ഉപ്പയാണ്. രണ്ടും കൂടി എങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ഒരാളാവില്ല. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് മക്കളോട് പറയുന്നത്. ഞാൻ വളാഞ്ചേരിയിൽ ഒരു പ്രവാസി കോളേജിന്റെ ക്ലാസ്സിന് പോയി, ക്യാമ്പിന്റെ ക്ലാസ്സിന്. ഈ മുതിർന്ന കുട്ടികൾ കേൾക്കുക, ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ പോയിക്കോട്ടെ, അവര് പാവങ്ങളാണ്, അവർക്കൊന്നും അറിയില്ല. അപ്പൊ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ്.